ഈ കണ്ണസഖാവ് പറഞ്ഞ ചില കാര്യങ്ങൾക്ക് ഉത്തരം കൊടുത്തേ പറ്റത്തുള്ളൂ. കാരണം ഒന്ന് അദ്ദേഹം പറഞ്ഞത് ശബരിമല മതേതരത്വം എന്നൊക്കെ പറഞ്ഞത് എന്ത് മതേതരത്വം എന്ന് പറയുന്നത്? ഒന്ന് ഹിന്ദു സമൂഹത്തിന്റെയും ഹിന്ദു കൾച്ചറിന്റെയും സർവധർമ്മ സമഭാവന എന്ന സങ്കല്പമുണ്ട്. എല്ലാ ധർമ്മങ്ങളെയും എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണണം എന്നുള്ള സങ്കല്പം ഉള്ളത് കൊണ്ട് ശബരിമലയിൽ ആര് വന്നാലും അവരെയൊക്കെ അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നതാണ്. ശബരിമല അയ്യപ്പൻ എന്ന് പറയുന്നത് ഹിന്ദുക്കൾ വിശ്വസിക്കുന്ന ദൈവമാണ്. മാളികപ്പുറത്ത് അമ്മ എന്ന് പറയുന്ന ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ വിശ്വസിക്കുന്ന ദൈവമാണ്. കാളകെട്ടി അമ്പലം എന്ന് പറയുന്നത് ശിവന്റെ കാളയെ കെട്ടിയ ആഞ്ഞിലി മരമുള്ള അമ്പലമാണ്. അവിടെ ശിവന്റെ പ്രതിഷ്ഠയാണ്. നിലയ്ക്കൽ മഹാദേവ ക്ഷേത്രം എന്ന് പറയുന്നത് മഹാദേവനാണ്, ശിവനാണ്, അവിടെ ശിവന്റെ പ്രതിഷ്ഠയാണ്. അതായത് ഇത് മതേതരമൊന്നുമല്ല, മതാധിഷ്ഠിതം തന്നെയാണ്. പക്ഷെ സർവധർമ്മ സമഭാവനയാണ്. എല്ലാ വിഭാഗങ്ങളെയും അംഗീകരിക്കുന്നതിൽ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടുമില്ല. അതുകൊണ്ട് നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് ടേംസുമായിട്ട് വെറുതെ ആളെ പറ്റിക്കുന്ന ഊടായ്പുമായിട്ട് ചാനൽ ചർച്ചകളിൽ ഇത്രയും പ്രായമുള്ള ഒരാൾ വന്നിരിക്കരുത് എന്നാണ് എനിക്കൊന്ന് പറയാൻ വേണ്ടിയിട്ടുള്ളത്. നമസ്കാരം. ശ്യാംരാജിന്റെ മറുപടി അതിഗംഭീരം. നമ്മുടെ നാട്ടിലെ സഖാക്കള് കോൺഗ്രസ്സുകാരൊക്കെ പലപ്പോഴും പറയുന്നത് കേൾക്കാം, ശബരിമല മതേതരത്വത്തിന്റെ കേന്ദ്രമാണെന്ന്. എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല എന്താണ് അവിടെ മതേതരത്വം. ഈ മതേതരത്വം എന്ന വാക്കിന്റെ അർത്ഥം എന്താ? എല്ലാ മതങ്ങളെയും തുല്യമായി കാണുന്നത്, അഥവാ എല്ലാ മതങ്ങളിൽ നിന്നും തുല്യ അകലം പാലിക്കുന്നത്. 1950 ജനുവരി 26 ഇന്ത്യക്ക് ഒരു ഭരണഘടന ഉണ്ടാകുന്നത്. ആ ഭരണഘടനയിൽ അംബേദ്കർ മതേതരത്വം പറഞ്ഞിരുന്നോ? ഇല്ല. 1975 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഒട്ടും ആവശ്യമില്ലാത്ത മതേതരത്വം എന്നൊരു വാക്ക് കൂട്ടിച്ചേർത്തത്. അതിന് ഇന്ത്യൻ ഭരണഘടനയിൽ നിർവചനവുമില്ല. മതേതരത്വം എന്ന വാക്ക് ഭരണഘടനാ ശില്പി എന്തുകൊണ്ട് കൂട്ടിച്ചേർത്തില്ല? ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മാലിക്കുദ്ദീനും കൂട്ടരും ഇസ്ലാം മതവുമായി വന്നപ്പോ, സെന്റ് തോമസും കൂട്ടരും ക്രിസ്തുമതവുമായി വന്നപ്പോ, ജൂതന്മാരും പാഴ്സികളും മതമുള്ളവരും ഇല്ലാത്തവരും എല്ലാം ഇവിടെ വന്നപ്പോ അവരെല്ലാം ഇരുകൈകൾ നീട്ടി സ്വീകരിച്ചൊരു പാരമ്പര്യമാണ് ഹിന്ദുവിൻ്റെത്. ആകാശാത് പതിതം തോയം യഥാഗച്ഛതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി. വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് പതിക്കുന്ന കോടാനുകോടി മഴത്തുള്ളികൾ എങ്ങനെ അരുവിയിലൂടെ നദിയിലൂടെ ഒഴുകി ഏകമാകുന്ന സാഗരത്തിൽ എത്തിച്ചേരുന്നുവോ, സർവദേവ നമസ്കാരം, നിങ്ങൾ ഏത് ദൈവത്തെ വേണമെങ്കിലും നമസ്കരിച്ചോളൂ, കേശവം പ്രതിഗച്ഛതി, ഒടുവിൽ ഏകമാകുന്ന ഈശ്വരനിൽ വന്നു ചേരും. അതുകൊണ്ടാണ് 33 കോടി ദൈവങ്ങൾ. അങ്ങനെ 33 കോടി ദൈവങ്ങളിലെ ഹിന്ദുവിന് ഒരല്ലാഹുവിനെ, യഹോവയെ കൂടെ ചേർക്കുവാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരൻ പറയുന്നു ശബരിമല മതേതരത്വത്തിന്റെ കേന്ദ്രമാണെന്ന്. മതേതരത്വത്തിന്റെ കേന്ദ്രം എന്ന് പറയുമ്പോൾ അവിടെ പള്ളിയിലെ ആരാധന നടക്കാറുണ്ടോ? അവിടെ ചർച്ചിൽ ആരാധന നടക്കാറുണ്ടോ? 100% ഹൈന്ദവ വിശ്വാസ പ്രകാരമാണ് ശബരിമലയിൽ എല്ലാ ആചാരങ്ങളും നടക്കുന്നത്. അമ്പലത്തിൽ എന്താണ് ഈ മതേതരത്വം കൊണ്ടുപോയിട്ട് ആവശ്യമുള്ളിടത്തും അനാവശ്യമായ സ്ഥലത്തും കൊണ്ടുപോയി പ്രയോഗിക്കേണ്ട ഒന്നല്ല ഈ മതേതരത്വം. അമ്പലം എങ്ങനെയാണ് മതേതരമാകുന്നത്? അത് ഹിന്ദുവിൻ്റെതാണ്. ഹിന്ദുവിന്റെ ആരാധനയ്ക്ക് വേണ്ടി ഹിന്ദു ഭക്തന്മാർ മൂർത്തിയെ പ്രതിഷ്ഠിച്ചതാണ്. ഭക്തനാണ് ആദ്യം ഉണ്ടായത്, മൂർത്തി രണ്ടാമതുണ്ടായതാണ്. അതായത് അമ്പലങ്ങൾ രണ്ടാമതുണ്ടായതാണ്. ഗുരുവായൂർ അമ്പലവും ശബരിമല അയ്യപ്പന്റെ അമ്പലവും എല്ലാം ഹിന്ദുക്കൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഒരു 10-60 കൊല്ലം മുമ്പ് രാജഭരണം അവസാനിച്ചപ്പോൾ അത് ദേവസ്വം ബോർഡിന്റെ കയ്യിലായി. ആ ഭരിക്കുന്ന സർക്കാരാണ് ദേവസ്വം ബോർഡിനെ നിയന്ത്രിക്കുന്നത്. ഹിന്ദുവിന്റെ ഗതികേട് കൊണ്ട് അത് കമ്മ്യൂണിസ്റ്റുകാരുടെ കയ്യിലുമായി. അതുകൊണ്ട് അവിടെ കൊണ്ടുപോയിട്ട് മതേതരത്വം പ്രസംഗിക്കരുത്. എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് ഈ മതേതരത്വം ഇസ്ലാമിനോട് പറഞ്ഞൊന്ന് മനസ്സിലായിപ്പിക്കാൻ പറ്റുമോ? മിസ്റ്റർ കുഞ്ഞിക്കണ്ണൻ, ഒന്ന് വാവര് പള്ളിയിൽ ഒന്ന് പോകണം. അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. സ്ഫടികത്തില് സ്വർണ്ണലിപിയിലാണ് എഴുതി വെച്ചിരിക്കുന്നത്, അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് മറ്റൊരു ദൈവമില്ല. 2018 ഞങ്ങൾ അവിടെ ഉസ്താദുമായിട്ട് വലിയ തർക്കമൊക്കെ നടന്നിരുന്നു. അതായത് ഖുറാനിൽ അനേക സൂക്തങ്ങളുണ്ട്. പക്ഷെ ഒരു സൂക്തം എഴുതി വെക്കണമെന്ന് തോന്നിയപ്പോൾ അവിടെ വെണ്ടക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിരിക്കുന്നു, അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് മറ്റൊരു ദൈവമില്ല എന്ന് പറഞ്ഞാൽ അയ്യപ്പനെ ദൈവമായിട്ട് ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ഇതറിയാമായിരുന്നിട്ടും വിഡ്ഢികളായ ഹിന്ദുക്കൾ അവിടെ ചെന്നിട്ട് അവന്റെ കയ്യിലെ കുരുമുളകും പണവും നാളികേരവും അവിടെ കൊടുത്ത് അവിടെ നമസ്കരിച്ച് ആ പണം കൊണ്ട് അവൻ ഭീമാകാരമായ പള്ളി കെട്ടി അവിടെയാണ് അവൻ ഒരിക്കലും ഉപയോഗിക്കാത്ത ഭസ്മം ഹിന്ദുവിന് കൊടുക്കുന്നത്. അവൻ തൊടുവോ? KT കുഞ്ഞിക്കണ്ണന് ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുമോ? മതേതരത്വത്തിന്റെ പേരിൽ നിങ്ങൾ കൊടുക്കുന്ന ഭസ്മം നിങ്ങളൊന്ന് നെറ്റിയിൽ പൂശു എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുമോ? അപ്പൊ ഈ മതേതരത്വം എന്നൊക്കെ പറഞ്ഞാൽ ഹിന്ദുവിന്റെ മാത്രം ബാധ്യതയായി മാറിയ ഒരു കാലഘട്ടത്തിൽ ശബരിമല എന്ന് പറയുന്ന 100% ഹിന്ദു വിശ്വാസപ്രകാരം പ്രവർത്തിക്കുന്ന ആ ക്ഷേത്രത്തിൽ കൊണ്ടുപോയിട്ട് മതേതരത്വം അങ്ങോട്ട് ലോഡ് കയറ്റി വിടരുത് എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ശബരിമലയിൽ പോകണമെങ്കിൽ 5 വിശ്വാസങ്ങൾ അത്യാവശ്യമാണ്.
ഒന്ന്, പരമേശ്വരനിൽ വിശ്വസിക്കണം. രണ്ട്, മഹാവിഷ്ണുവിൽ വിശ്വസിക്കണം. ഈ രണ്ട് ശക്തി ചൈതന്യത്തിൽ നിന്നും അയ്യപ്പൻ ഉണ്ടായി എന്ന് വിശ്വസിക്കണം. നാലാമത്തെ കാര്യമാണ്, പന്തള രാജാവിന്റെ മകനായി വളർത്തപ്പെട്ട അയ്യപ്പന് വേണ്ടി പണിതതാണ് ശബരിമല. അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്. ഈ 5 വിശ്വാസങ്ങൾ KT കുഞ്ഞിക്കണ്ണനുണ്ടോ? ഈ 5 വിശ്വാസങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കുണ്ടോ? ഈ വിശ്വാസം ഉണ്ടെങ്കിൽ അവർക്കുള്ളതാണ് ശബരിമല. അല്ലാതെ നിങ്ങൾക്ക് മതേതരത്വം വിളമ്പാനുള്ള സ്ഥലമല്ല. ആവശ്യത്തിനും അനാവശ്യത്തിനും മതേതരത്വം എടുത്ത് പ്രയോഗിച്ച് ഹിന്ദുവിന്റെ ബാധ്യതയാക്കി മാറ്റുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. ഇപ്പൊ സൂംബ ഡാൻസ് വേണമെന്ന് പറഞ്ഞു, സ്കൂൾ സമയം മാറ്റണമെന്ന് പറഞ്ഞു. കാന്തപുരം ഒന്ന് കണ്ണുമിഴിച്ചപ്പോ ശിവൻകുട്ടി വീട്ടിൽ ചെന്ന് സാഷ്ടാംഗം പറഞ്ഞല്ലോ. സൂംബ ഡാൻസുമില്ല, സമയം മാറ്റുന്ന പ്രശ്നവും ഇല്ല. മനസ്സിലാക്കുക. നിങ്ങൾ മതേതരത്വം, കാന്തപുരത്തെ വീട്ടിൽ മതേതരത്വം ഇല്ലല്ലോ. മതേതരത്വം എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ഉച്ചയ്ക്ക് ശേഷമുള്ള വിദ്യാഭ്യാസം വേസ്റ്റാണ്. നമ്മുടെ കുട്ടികൾ രാവിലെ 8 മണിക്ക് ക്ലാസ് മുറിയിലെത്തണം, ഉച്ചയ്ക്ക് 1 മണിക്ക് സ്കൂൾ അവസാനിപ്പിച്ച് 2 മണിയോടുകൂടി അവർ വീട്ടിലെത്തണം, 3:30 മണിക്ക് പ്ലേ ഗ്രൗണ്ടിൽ പോകണം, 5 മണി വരെ അവർ കളിക്കണം, നന്നായിട്ട് പ്ലേ ചെയ്യണം. അത് അവിടെയാണ് ആരോഗ്യമുള്ള പൗരന്മാരെ വാർത്തെടുക്കുവാൻ കഴിയുന്ന സംവിധാനം. ഇത് പല രാജ്യങ്ങളിലും ഇങ്ങനെയാണ് വിദ്യാഭ്യാസം. ഇതാണ് കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്ത വിദ്യാഭ്യാസം. അപ്പൊ പറഞ്ഞു, കാന്തപുരം ഉസ്താദ് പറഞ്ഞു, ഇതൊന്നും നടക്കില്ല, ഞങ്ങളുടെ മദ്രസ പ്രവർത്തിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ സ്കൂൾ സമയത്തിൽ ഒരു മാറ്റവും പറ്റില്ല. എന്തെങ്കിലും നടന്നോ? ഒന്നും നടക്കില്ല. അതായത് വെള്ളിയാഴ്ചകളിൽ ഞങ്ങൾ രാവിലെ 9:30 സ്കൂളിലെത്തി, ഉച്ചയ്ക്ക് 2 മണിക്കൂർ വെയിറ്റ് ചെയ്തു, വൈകുന്നേരം 4:30 സ്കൂളിൽ നിന്ന് വന്നു. മുസ്ലിങ്ങൾക്ക് നിസ്കരിക്കാൻ പോകണമെന്നൊരൊറ്റ കാരണം കൊണ്ട് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും 1 മണിക്കൂർ അതിനു വേണ്ടി വെള്ളിയാഴ്ചകൾ മാറ്റിവെച്ചു. ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഈ മതേതരത്വവും അനാവശ്യമായിട്ട് പറയുമ്പോൾ ശബരിമലയിൽ എന്താണ് മുസ്ലിം ചെയ്തു കൊടുക്കുന്ന ഉപകാരം? ക്രിസ്ത്യാനിയുടെ എന്ത് ഉപകാരമാണ് അവിടെ? അവർക്ക് എന്ത് റോളാണ് അവിടെ ഉള്ളത്? ശബരിമലയിലും ഗുരുവായൂരിലും ഒരു റോളും ഇല്ല. അപ്പൊ ഗുരുവായൂർ അമ്പലക്കുളത്തിൽ വന്നിട്ട് കാല് കഴുകേണ്ട ആവശ്യം അമ്പലത്തിൽ വിശ്വസിക്കാത്ത ഒരു സ്ത്രീക്കില്ല. അതുകൊണ്ടാണ് അവിടെ ശുദ്ധികലശം നടത്തേണ്ടി വന്നത് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് മിസ്റ്റർ KT കുഞ്ഞിക്കണ്ണൻ, അനാവശ്യമായ സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് ഇതൊരുപാട് മതേതരത്വത്തിൽ ലോഡിറക്കി കളിക്കരുത് എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം.